ബ്രെയിനിനെ ഒന്ന് ഹാക്ക് ചെയ്തിട്ട് നമ്മുടെ സ്റ്റഡീസ് കുറച്ചുകൂടി എഫക്റ്റീവ് ആക്കാനുള്ള കുറച്ച് ടിപ്സ് പരിചയപ്പെട്ടാലോ? സോ നമ്മൾ നോക്കാൻ പോവാണ് 7 സ്റ്റഡി ഹാക്സ്. എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് നമ്മുടെ സ്റ്റഡീസ് കുറച്ചുകൂടി എളുപ്പമാക്കാൻ പറ്റുക, കുറച്ചുകൂടി എഫക്റ്റീവ് ആക്കാൻ പറ്റുക? അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഫൈൻഡ് ദ ബെസ്റ്റ് അവേഴ്സ് ടു ലേൺ. ഇത്രയുള്ളൂ മക്കളെ. നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ ഇഷ്ടമുള്ള കുറച്ച് സമയമുണ്ട് അല്ലേ? നമ്മുടെ വീട്ടിലെ നമ്മുടെ അച്ഛനോ അമ്മയോ നമ്മുടെ ടീച്ചേഴ്സോ പഠിക്കുന്ന ഒരു 10 വട്ടം നമ്മുടെ അടുത്ത് പറഞ്ഞാലും ചിലപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റില്ല. നമ്മൾ അതിനു വേണ്ടി കുത്തിരുന്ന് പഠിക്കാൻ പോയാലും നമ്മുടെ ഈ തലമണ്ണക്കകത്തോട് ഒന്നും കയറില്ല. കാരണം എന്താ? അത് നമ്മുടെ ബെസ്റ്റ് ടൈം അല്ല. സോ ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട്. ചില ആൾക്കാർക്ക് രാവിലെ ഇരുന്ന് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് രാത്രി ഇരുന്ന് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം അല്ലെ? മിസ്സൊക്കെ ഒരു നൈറ്റ് പേഴ്സൺ ആണ്. മിസ്സിന് രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കുന്നതിനേക്കാളും രാത്രി കുറച്ച് നേരം വൈകി ഇരുന്ന് പഠിക്കുന്നതാണ് മിസ്സിന് ഇഷ്ടം. പക്ഷെ ചില ആൾക്കാർക്ക് അങ്ങനെയല്ല, രാവിലെ 5 മണിക്കൊക്കെ അലാറം വെച്ച് എണീറ്റ് പഠിക്കുന്ന ആൾക്കാരും ഉണ്ട്. സോ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും മാറിയിരിക്കും. ചിലർക്ക് രാവിലെ, ചിലർക്ക് രാത്രി. അപ്പൊ നിങ്ങളുടെ ബെസ്റ്റ് ടൈം ഏതാണെന്നുള്ളത് താഴെ നിന്ന് കമന്റ് ചെയ്യുക. നിങ്ങളൊരു മോർണിംഗ് പേഴ്സൺ ആണോ നൈറ്റ് പേഴ്സൺ ആണോ എന്നുള്ള കാര്യം താഴെ നിന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അവേഴ്സ്, അതായത് നമ്മുടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടൈമാണ് എൻ്റെ കുട്ടികൾ കണ്ടുപിടിക്കേണ്ടത്. ചില ആൾക്കാർക്ക് രാത്രി ഇരുന്ന് പഠിക്കുമ്പോൾ നന്നായിട്ട് പഠിക്കാൻ പറ്റും, നന്നായിട്ട് ചെയ്ത് പഠിക്കാനും നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ചില ആൾക്കാർക്ക് രാത്രി എന്ന് പറയുന്നത് ഭയങ്കര ഉറക്കം വരുന്ന ഒരു സമയമാണ് അല്ലെ? രാത്രി ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഉറങ്ങി പോകുന്ന ആൾക്കാരുണ്ട്. അതായത് ചിലർക്ക് നൈറ്റ് ടൈം എന്ന് പറയുന്ന പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടൈമാണ്, ചിലർക്ക് അത് അൺപ്രൊഡക്റ്റീവ് ആണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടൈം ഏതാണ്, നമ്മുടെ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടൈം. നമുക്ക് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുന്നത് എപ്പോൾ? നമ്മൾ ഏറ്റവും കൂടുതൽ മടിയുള്ളവരായിട്ട് ഫീൽ ചെയ്യുന്നപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ച് അതിലെ ബെസ്റ്റ് ടൈമിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നമ്മുടെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഒക്കെ അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളതും അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടൈം നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ലേണിംഗ് സ്റ്റൈൽ. ഓരോരുത്തർക്കും ഓരോ ലേണിംഗ് സ്റ്റൈലാണ്. എൻ്റെ കൂട്ടുകാരനെ വായിച്ചു പഠിക്കുന്നതാണ് കംഫർട്ടബിൾ എങ്കിൽ നമുക്കതായിരിക്കണം എന്നൊരു നിർബന്ധമില്ല. എനിക്കൊക്കെ വായിച്ചു പഠിക്കുന്നതിനൊപ്പം എഴുതിയെങ്കിൽ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ കയറുള്ളൂ. വെറുതെ വായിച്ചാണ് കഥ പോലെ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കാര്യം പിന്നെ ചോദിച്ചാൽ ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ വായിക്കുകയും എഴുതാൻ കൂടി ചെയ്തെങ്കിലാണ് മനസ്സിന് ഓർമ്മ നിൽക്കുള്ളൂ. പക്ഷെ ചിലവർക്ക് വായിച്ചു പഠിച്ചാൽ മാത്രം തന്നെ കാര്യങ്ങൾ ക്ലിക്ക് ആവുന്ന ആൾക്കാരുണ്ട്. ഒരു കാറ്റഗറി അങ്ങനെയുള്ള ആൾക്കാരാണ്. വായിച്ചു പഠിച്ചാൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. പക്ഷെ ചിലവർക്ക് മെസ്സിനെ പോലെ എന്ത് ചെയ്യണം? വായിക്കുകയും വേണം, ഒപ്പം എഴുതുകയും കൂടി ചെയ്താലാണ് എന്തെങ്കിലുമൊക്കെ നടക്കുകയുള്ളൂ. പക്ഷെ ചില ആൾക്കാർക്ക് വായിക്കുകയും ചെയ്തു എഴുതുകയും ചെയ്തു എന്നിട്ടും കിട്ടുന്നില്ല. അവർക്ക് എന്തായിരിക്കണം? അപ്പോൾ തന്നെ റിവിഷൻ ചെയ്യേണ്ട അത്യാവശ്യം ഉണ്ടാവും. വായിക്കുക, എഴുതുക, റിവിഷൻ ചെയ്യുക, വായിക്കുക, എഴുതുക, റിവിഷൻ ചെയ്യുക. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പം നമ്മളെല്ലാവരും നമ്മുടെ ലേണിംഗ് സ്റ്റൈൽ കണ്ടുപിടിക്കുക. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, നിങ്ങളെ കൂട്ടുകാരൻ്റെ ലേണിംഗ് സ്റ്റൈൽ ആവണമെന്നില്ല നിങ്ങൾക്ക്. അപ്പോൾ അത് കോപ്പി അടിക്കാൻ നിൽക്കരുത്. നമ്മുടേതായിട്ടുള്ള ലേണിംഗ് സ്റ്റൈൽ എന്താണ്? നമുക്ക് വായിച്ചു പഠിക്കുന്നതാണോ എഴുതി പഠിക്കുന്നതാണോ ഏറ്റവും കംഫർട്ടബിൾ എന്നുള്ളത്, നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആവുന്നത് ഏതാണെന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. ആരും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നില്ല. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലെസ് റിസോഴ്സസ്. അതെന്താ സംഭവം? നമ്മൾ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടി ഒരു 10-15 ബുക്കൊക്കെ ഇങ്ങോട്ട് നിരത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ടോട്ടൽ കൺഫ്യൂഷനാണ്. ഏതെന്ന് എന്താ ഇപ്പം പഠിക്കുക അല്ലേ? ഒരു ബുക്ക് വായിക്കുമ്പോൾ പറയും ഇങ്ങനൊരു ഡെഫിനിഷൻ, അടുത്ത ബുക്ക് വായിക്കുമ്പോൾ വേറൊരു ഡെഫിനിഷൻ, അടുത്തത് വായിക്കുമ്പോൾ വേറൊരു ഡെഫിനിഷൻ. എല്ലാ ഡെഫിനിഷൻ കൂട്ടി കഴിച്ച് മൊത്തത്തിൽ ഡെഫിനിഷൻ ഇല്ലാത്തൊരു സാധനമായി പോകും. അപ്പോൾ അതുകൊണ്ട് ആ പരിപാടിക്ക് നിൽക്കേണ്ട, നമുക്ക് കുറച്ച് സാധനം മതി അല്ലേ? ഒരു സബ്ജക്റ്റിന് കുറച്ച് ബുക്ക് മതി. ഒരുപാട് ബുക്സിൻ്റെ ആവശ്യമൊന്നുമില്ല, 1-2 ബുക്ക്. അതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് 1-2 ടീച്ചേഴ്സിനെ ഫോളോ ചെയ്യുക. കാരണം ഓരോ ടീച്ചേഴ്സ് പറഞ്ഞിരുന്നത് ഓരോന്നായിരിക്കും. പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെയാവും, പക്ഷെ പറയുന്ന രീതികളിലും എല്ലാത്തിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തിനാണ് വെറുതെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്? ലെസ് റിസോഴ്സസ്, കുറേ റിവിഷൻ. ഓക്കെ, കുറച്ച് റിസോഴ്സസ് മാത്രം മതി, പക്ഷെ കുറേ തവണ എന്ത് ചെയ്യുക? റിവിഷൻ ചെയ്യുക. അപ്പോഴും ബെസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സ്ട്രെസ്ഫുൾ ആവുന്ന സമയത്ത് പഠിക്കാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരുമാതിരി നിറഞ്ഞിരിക്കുന്ന ഒരു ബോട്ടിൽ പിന്നെയും വെള്ളം ഒഴിച്ചാൽ എന്താണ്ടാവുക? പുറത്തേക്ക് പോകലേ ഉള്ളൂ. അതേ അവസ്ഥയായിരിക്കും. അപ്പം അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് സ്ട്രെസ് ഫീൽ ചെയ്യുന്ന സമയത്ത് പഠിക്കാനിരിക്കരുത്. ആ സമയത്ത് സ്ട്രെസ് റിലീഫിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ സോഷ്യൽ മീഡിയാസിൽ കാണുക, ചിരിപ്പിക്കുന്ന റീൽസ് ഉണ്ടെങ്കിൽ അത് കാണുക. അതല്ലാന്നുണ്ടെങ്കിൽ വെറുതെ പുറത്തൊക്കെ ഇറങ്ങി നടന്നോ, അമ്മയുടെ അടുത്ത് സംസാരിക്കുക, പാരൻസിൻ്റെ അടുത്ത് സംസാരിക്കുക, ഫ്രണ്ട്സിനോട് സംസാരിക്കുക. അങ്ങനെ എന്തായാലും സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത്, പാട്ട് കേൾക്കുന്നവരുണ്ടായിരിക്കും, അങ്ങനെ എന്താണ് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ടൈമിൽ പിന്നെ ഇരുന്ന് പഠിക്കാൻ പോകരുത്. അതായത് നമ്മൾ ഒരു 1-2 മണിക്കൂർ പഠിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഫുൾ ഒന്ന് സ്ട്രെസ് ആവും. പിന്നെ ഇരുന്ന് പഠിക്കാൻ നിൽക്കരുത്. നമ്മൾ വീട്ടുകാരെ കാണിക്കാൻ വേണ്ടി പോലും പഠിക്കാൻ ഇരിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് ടൈം ബ്രേക്ക് കൊടുക്കുക. സ്ട്രെസ് ആയിട്ട് ഇരിക്കുമ്പോൾ ഒന്നും പഠിച്ചു കഴിഞ്ഞാൽ ഈ തലയ്ക്കകത്തോട്ട് കയറില്ല. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, സെൽഫ് സ്റ്റഡി. നിങ്ങൾ ഡെയിലി സ്കൂളിൽ പോകുന്നുണ്ടാവും, ക്ലാസ് കേൾക്കുന്നുണ്ടാവും, യൂട്യൂബ് ക്ലാസ്സസ് കാണുന്നുണ്ടാവും, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് മാത്രം പോരാ. സെൽഫ് സ്റ്റഡി ഈസ് ദ കീ. നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കണം. നമ്മൾ കണ്ട് കേട്ട് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഇരുന്ന് റിവൈസ് ചെയ്യണം.
റിവിഷൻ ചെയ്യണം, ഒറ്റയ്ക്ക് നോട്ട്സ് ഉണ്ടാക്കണം. നോട്ട്സ് ഉണ്ടാക്കി നിങ്ങൾ തനിയെ പഠിച്ചെങ്കിൽ മാത്രമാണ് അത് ലോങ് ടേം മെമ്മറിയിലേക്ക് പോവുകയും അവസാനം എക്സാമിൻ്റെ ടൈമിൽ നമുക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സെൽഫ് സ്റ്റഡി ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ഡിസ്ട്രാക്ഷൻസ് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ വാട്സപ്പിൽ മെസ്സേജ് വരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ നോട്ടിഫിക്കേഷൻസ് വരുന്നു, ടി വിയിൽ അവിടെ ഏട്ടനോ ചേച്ചിയോ ആരെങ്കിലും സൗണ്ട് കൂട്ടുമ്പോൾ നമുക്ക് ടി വി കാണാനുള്ള ഒരു പ്രേരണ വരുന്നു. ഇതെല്ലാം സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. സോ നമുക്ക് ഡിസ്ട്രാക്ഷൻസിനെ മാറ്റി നിർത്താൻ പറ്റില്ല, എന്തായാലും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവും. പക്ഷേ വി ക്യാൻ കൺട്രോൾ അവർ ഡിസ്ട്രാക്ഷൻ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ പ്ലാൻ അവർ ഡിസ്ട്രാക്ഷൻ. നമുക്ക് നമ്മുടെ ഡിസ്ട്രാക്ഷൻസിനെ പ്ലാൻ ചെയ്യാം. ഡിസ്ട്രാക്ഷൻ ഇങ്ങനെ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവും, അതിങ്ങനെ പ്ലാൻ ചെയ്യാം. ഡിസ്ട്രാക്ഷന് വേണ്ടി ഒരു ടൈം നിങ്ങൾ സെറ്റ് ചെയ്യേ, അത് അടിപൊളിയല്ലേ? അതായത് നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ പഠിക്കാൻ വേണ്ടി ടൈം എടുക്കുന്ന പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഫോൺ നോക്കാൻ വേണ്ടി ഇത്ര ടൈം എന്നുള്ള രീതിയിൽ മാറ്റിവെക്കാം. അതുപോലെ തന്നെ ടി വി കാണാൻ ഇത്ര ടൈം മാറ്റിവെക്കുക. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഫോൺ നോക്കാൻ ഒരു ടെൻഡൻസി വരുമ്പോൾ മൈൻഡിനോട് പറയാം, ഇപ്പോഴല്ല എന്താണ്, ഇപ്പം പഠിക്കേണ്ട സമയമാണ്, ഫോൺ നോക്കാൻ കുറച്ച് കഴിഞ്ഞ് ആ ഒരു സമയം ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് ഇപ്പം നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന ആ ഒരു സമയമുണ്ട്, നിങ്ങൾക്ക് ആ ഒരു സമയത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ടി വി ജസ്റ്റ് ഒന്ന് കാണാം അല്ലേ? അപ്പോൾ എപ്പോഴാണോ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസിൻ്റെ ടൈം പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, ഇടയിൽ വെച്ച് ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുമ്പോൾ മൈൻഡിനോട് പറയാം, പ്ലാനിങ് തെറ്റിക്കരുത്, പ്ലാൻ ആയിട്ടുള്ള ഒരു ടൈം അവിടെയുണ്ട്, പ്ലാൻഡ് ഒരു ടൈം അവിടെയുണ്ട്, ആ ടൈം മാത്രം നിങ്ങൾ ഡിസ്ട്രാക്ട്. അപ്പം ഡിസ്ട്രാക്ഷൻസിനെ പ്ലാൻ ചെയ്യാൻ പഠിക്കാം. പിന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നതാണ്, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ബിലീവ് ഇൻ യുവർ സെൽഫ്. നമ്മൾ തന്നെ ഒരു വിശ്വാസം വേണം. നമ്മളെപ്പോഴും ഞാൻ തോക്കും, ഞാൻ എന്തായാലും തോക്കും, എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റില്ല, ഇതന്നെ ഒരു 100 വട്ടം പറഞ്ഞുകൊണ്ടിരുന്നതിനാ ഒരു കാര്യവും നടക്കില്ല. അപ്പം അതുകൊണ്ട് എപ്പോഴും വിചാരിക്കുക, എന്നെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. സ്വയം ഒരു വിശ്വാസം വേണം. ഈ പറഞ്ഞ സ്റ്റഡി ഹാക്സ് കാര്യങ്ങൾ മിസ് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, നിങ്ങളിത് ചെയ്ത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉള്ളിൽ വേണം അല്ലേ? എന്നെ കൊണ്ട് പറ്റും, ഇതെല്ലാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ ഡു ദ ബെസ്റ്റ്, എനിക്ക് എന്തായാലും ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് പറയുന്ന ആ ഒരു സാധനം നിങ്ങൾക്ക് ഫീൽ ചെയ്യണം. എങ്കിൽ നിങ്ങൾക്കത് ഉണ്ടാവും എന്ന് ഉറപ്പുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക, യെസ് ഐ വിൽ, അല്ലേ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. ആ ഒരു വിശ്വാസമാണ് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത്. സ്വയം ഒരു വിശ്വാസം ഉണ്ടായെങ്കിൽ മാത്രമാണ് ചുറ്റുമുള്ളവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ, അതുപോലെ തന്നെ നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാവുള്ളൂ. സോ നിങ്ങളുടെ ബെസ്റ്റ് കൊടുക്കുക. ഈ പറഞ്ഞ എല്ലാ ഹാക്സും നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.